ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. പഴവും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ വേണ്ടിയിട്ട് മറക്കരുതേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ 10 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് എണ്ണം പറയുന്നില്ല. 8-10 സ്ലൈസൊക്കെ ബ്രെഡ് എടുക്കാം. അപ്പോൾ അതിൻ്റെ വൈറ്റ് പാർട്ടും സൈഡ് പാർട്ടും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുത്തിട്ട് 2 ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നെയ്യ് ഒഴിച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരവിയത് 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പഴം ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരട്ടെ. ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട, ചെറിയ ചൂടോടുകൂടെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ മിക്സിലേക്ക് ബ്രെഡിൻ്റെ വൈറ്റ് പാർട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് മുഴുവനും ചേർത്ത് കൊടുക്കേണ്ടിയൊന്നും വരില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനും പാടില്ല. പിന്നെ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഉരുളകളാക്കാനും ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ പറ്റണം. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഞാനിതിൽ നിന്ന് ആദ്യം ബോൾസാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതിവിടെ ഇതുപോലൊരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുന്നേ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സിലേക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇട്ടുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ പുറംഭാഗം ഒന്ന് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ പുറംഭാഗം കുറച്ച് ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പഴം വെച്ചിട്ട് വേറെയും സ്നാക്ക് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്